നമസ്കാരം. മൈൻഡ് വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് പവർ ട്രെയിനർ. നമ്മുടെ ബ്രെയിൻ്റെ പവർ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പറ്റിയ ഒരു 5 എക്സർസൈസുകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിന് 2 ഹെമിസ്ഫിയേഴ്സ് ആണ്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. ഇടത് മസ്തിഷ്കം, വലത് മസ്തിഷ്കം, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ. ഇതിൽ നമ്മുടെ ശരീരത്തിന്റെ റൈറ്റ് സൈഡ് ഓഫ് ദി ബോഡി, വലതുഭാഗത്തെ നിയന്ത്രിക്കുന്നത് ഇടത് ബ്രെയിൻ, അതുപോലെ ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്നത് വലത് ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ഈ 2 ബ്രെയിനെയും നമുക്ക് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ പവർ കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഓർമ്മശക്തി കൂട്ടാൻ പറ്റും, കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും, പഠിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് വളരെ രസകരമായ ഒരു 5 എക്സർസൈസ് നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം ഓർമ്മശക്തിയിലും കോൺസെൻട്രേഷനിലും നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വലത് കൈ നിയന്ത്രിക്കുന്ന ഇടത് ബ്രെയിനാണ്, ഇടത് കൈയെ നിയന്ത്രിക്കുന്ന വലത് ബ്രെയിനാണ്. അപ്പോൾ നമുക്ക് ഈ വലത് കൈ ഇങ്ങനെ പിടിച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ ഇടത് മസ്തിഷ്കമാണ് ഇതിനൊക്കെ ഈ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇടത് കൈ തിരിച്ചു പിടിച്ചിട്ട്, അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ഫേസ് ചെയ്യുന്നത് കൈപ്പത്തിയാണ് അങ്ങോട്ട് ഫേസ് ചെയ്യുന്നത്, ഇത് തിരിച്ച് കറക്കുന്നു. അപ്പോൾ ഈ 2 റൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് പ്രത്യേകം ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. വലത് കൈ ക്ലോക്ക് വൈസ് ആയിട്ടും ഇടത് കൈ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ചെയ്യുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ 2 ബ്രെയിൻ പ്രാക്ടീസ് ചെയ്തിട്ട് 2 ബ്രെയിനും ആക്റ്റീവ് ആക്കുന്നതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നോക്കി, വലത് കൈ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു, അതേ സമയത്ത് തന്നെ ഇടത് കൈ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു. ഇതാണ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു എക്സർസൈസ് തരാം. ഇത് തന്നെ, കൈകളുടെ വ്യത്യസ്തമായ ചലനങ്ങൾ. വലത് കൈ സ്ലൈഡ് ചെയ്ത് 3 വിരലുകൾ തള്ളവിരലിന്റെ പുറത്ത് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ നീക്കുന്നു. അത് നിരങ്ങിയാണ് നീങ്ങുന്നത്. ഇടത് കൈ അതേ സമയത്തിന് ഇതിങ്ങനെ നീങ്ങുമ്പോൾ തന്നെ ഇതിനെ വിട്ട് ചെയ്യുന്നു. അപ്പൊ മേക്ക് ആൻഡ് ബ്രേക്ക് ആണ്. അവിടെ വിട്ട് ചെയ്യുന്നു, ഇവിടെ സ്ലൈഡ് ചെയ്ത് നീങ്ങുന്നു, മറ്റത് ബ്രേക്ക് ആൻഡ് ബ്രേക്ക് ആയിട്ട് നീങ്ങുന്നു. ഇതും മാറി 2 കൈയും പരീക്ഷിച്ച് നോക്കാം. മറ്റൊന്ന്, ഞങ്ങൾ ഈ തള്ളവിരൽ, ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഈ താഴെയുള്ള ഭാഗം പിടിക്കുക. അപ്പോൾ വിരലാണ് തള്ളവിരൽ. ആദ്യം ഇടത് കൈ കൊണ്ട് വലത് ഇതിനെ പിടിക്കുന്നു. അപ്പോൾ ചെവിയുടെ താഴെയുള്ള ഈ ഭാഗത്ത് പിടിക്കുന്നു. തള്ളവിരൽ കാണത്തക്ക രീതിയിലാണ്. ചൂണ്ടുവിരൽ അതിൻ്റെ പിറകിൽ മടക്കി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ് വലത് കൈ പുറത്തു വിട്ട് തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് പിടിക്കുന്നു. എന്നിട്ടൊന്ന് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുക. പകുതി ഇരിക്കുക, പകുതി എഴുന്നേൽക്കുക. പകുതി ഇരിക്കുക നമ്മൾ ഏത്ത വിടുന്ന പോലെ, പകുതി ഭാഗം ഇരിക്കുക എഴുന്നേൽക്കുകയുമായിട്ട്, പൂർണ്ണമായിട്ട് ഇരിക്കേണ്ട, കുറച്ചൊന്ന് താഴ്ന്ന് ഇരിക്കുക എഴുന്നേൽക്കുകയും ചെയ്യുക. അതൊരു 10 പ്രാവശ്യം 15 പ്രാവശ്യം ചെയ്യാം. 3 എക്സർസൈസ്. ഇനി ഓർമ്മയുള്ളത് ഒരു നമ്പർ ഗെയിമാണ്. അതായത് തലച്ചോറിൻ്റെ ഇടതുഭാഗത്തെ സ്ട്രോങ് ആയിട്ട് ഉണർത്താനും വളരെയധികം സഹായിക്കും, കോൺസെൻട്രേഷൻ കൂടും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 പേര് വേണം. ഒരാൾ നമ്പർ പറയുക, മറ്റേ ആൾ തിരിച്ചു പറയുക. ഇതിപ്പോൾ 4 3 1 9. അപ്പോൾ 9 1 3 4 തിരിച്ചു പറയുന്നു. 4 3 1 9 9 1 3 4 തിരിച്ചു പറയണം. അപ്പോൾ ഒരാൾ നമ്പർ പറയും, മറ്റേയാൾ അത് തിരിച്ചു പറയും. അപ്പോൾ കുറേ നമ്പർ എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ അമ്മ മകനോട് ചോദിക്കുന്നു, നമ്പർ പറയുന്നു 2 3 1 5 8. അപ്പോൾ 8 5 1 3 2 തിരിച്ചു പറയണം. ഇങ്ങനെ 4 അക്ക നമ്പറുകൾ ആദ്യം പരീക്ഷിക്കുക, കുറേ നമ്പറിൽ എഴുതി വെക്കുക. അത് പറയുമ്പോൾ അതിൻ്റെ തിരിച്ചുള്ള റിവേഴ്സ് ഓർഡറിൽ പറയുക. 2 3 1 8 ആകുമ്പോൾ 8 1 3 2 തിരിച്ചു പറയുന്നു. അപ്പോൾ പറയുന്ന മൊമെന്റിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പറയണം. പറയുന്നത് അത്ര കോൺസെൻട്രേഷൻ ഈ നമ്പർ കേൾക്കുകയും അതിനെ മനസ്സിൽ നിർത്തിയിട്ട് തിരിച്ചു പറയുകയും വേണം. ഇതാണ് എക്സർസൈസ്. ഇതൊരു 10 25 നമ്പർ ഇത്രയും കൂടുതൽ ചെയ്യുന്നു അത്രയും നല്ലത്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറവുള്ള കുട്ടികൾക്ക്, ക്ലാസ്സിൽ ശ്രദ്ധ കിട്ടാത്ത കുട്ടികൾക്ക്, ഓർമ്മശക്തി കുറവുള്ള കുട്ടികൾക്കൊക്കെ എളുപ്പം മാറ്റം വരുത്താവുന്ന ഒരു എക്സർസൈസാണ് ഈ നമ്പർ റിവേഴ്സൽ ഗെയിം. അപ്പോൾ ഒരാൾ, അമ്മയോ അച്ഛനോ ആരെങ്കിലും നമ്പർ പറയുമ്പോൾ നമ്മളത് തിരിച്ചു പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും ചെയ്യാം. പിന്നെ മറ്റൊരു എക്സർസൈസ് വീണ്ടും കയ്യടയാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു കൈ കമഴ്ത്തി വെക്കുന്നു, ഒരു കൈ മലർത്തി വയ്ക്കുന്നു. എന്നിട്ട് ഒരു കൈ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു കൈ ഇങ്ങോട്ടാണ്. ഇത് ഒരേ സമയം ചെയ്യണം, 2 ഒരേ സമയം ചെയ്യണം. ബട്ട് നല്ല ഒരു റൈറ്റ് ആംഗിൾ തന്നെ പോകണം. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല. ഇടത് കൈ മുകളിലേക്ക് പോകുന്നു, താഴേക്കും വരുന്നു. വലത് കൈ വലത്തോട്ടും ഇടത്തോട്ടും മൂവ് ചെയ്യുന്നു ഒരേ സമയം. ഇത് എത്ര തവണ മുകളിലോട്ട് പോകുന്നു, അപ്പോൾ ഇത് അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരും. നോക്കി,
ഈ മൂവ്മെന്റ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അല്പം പ്രാക്ടീസ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് കൈകൾ മാറി മാറിയും ചെയ്ത് നോക്കുക. ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും, ചെയ്തിട്ട് മാറ്റമുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ അതിന് മറുപടി തരും. താങ്ക് യു. വീണ്ടും ഒരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.